വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ആദി മാതാപിതാക്കളുടെ പാപത്താലെ സ്വർഗീയ ജെറുസലേമിന്റെ വാതിലുകൾ അടഞ്ഞുകിടക്കുകയാണ്. ഇന്ന് കർത്താവ് തമ്പുരാൻ അവന്റെ പീഡാസഹനം വഴി, അവന്റെ മരണം വഴി ഈശോ നമുക്ക് വേണ്ടി സ്വർഗീയ ജെറുസലേമിന്റെ വാതിൽ മുട്ടി തുറന്നിടുകയാണ്. വിശുദ്ധ വാരത്തിന്റെ പ്രത്യേകതയാണ് കർത്താവിന്റെ കരുണയുടെ വാതിൽ അവന്റെ രക്തം കൊണ്ട് അവൻ തുറന്നിടുക. കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ നമ്മൾ വിസമ്മതിച്ചാൽ the door of justice will be opened. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം കൃത്യം മനസ്സിലാക്കിക്കേ. കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ യോഗ്യത ഒന്നും നോക്കുകയല്ല, അവന്റെ പാടുപീടകളുടെ യോഗ്യതകളാലേ, ആ കരുണയാലേ നമ്മൾ അകത്ത് പ്രവേശിക്കും. നീതിയുടെ വാതിലൂടെ പ്രവേശിച്ച എന്താ കുഴപ്പമെന്നറിയാമോ? നമ്മുടെ യോഗ്യത നോക്കിയിട്ടായിരിക്കും തരുന്നത്. ഗീവിങ് വൺസ് ഡ്യൂ, അർഹതപ്പെട്ടത് തരും. കർത്താവ് അർഹതപ്പെട്ട് തരാൻ തീരുമാനിച്ച നമുക്കൊക്കെ കൊട്ടപ്പടി കിട്ടില്ലേ? അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് ഓശാനയ്ക്ക് നമ്മൾ കണ്ടില്ലേ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ പ്രധാന കാർമ്മികൻ ആ മരക്കുരിശ് കരങ്ങളിലേന്തി ദേവാലയത്തിന്റെ പ്രധാന വാതിൽ മുട്ടി തുറന്ന് നമ്മൾ ഒരുമിച്ച് അകത്ത് കയറിയതുപോലെ ഈ ഒരാഴ്ച സംഭവിക്കുന്നത് അവന്റെ പീഡാസഹന മരണോത്ഥാനങ്ങളിലൂടെ ഈശോ നമുക്കായി സ്വർഗീയ ജെറുസലേമിന്റെ വാതിൽ മുട്ടി തുറന്നു തരികയാണ്. കർത്താവിന്റെ കരുണയുടെ വഴിയെ അകത്തേക്ക് പ്രവേശിക്കാം. ഈ ഒരാഴ്ച പ്രാർത്ഥനയുടെ ആഴ്ചയായി ആചരിക്കുവാൻ, ദൈവവിചാരത്തിന്റെ ആഴ്ചയായി ആചരിക്കുവാൻ, തിരുക്കർമ്മങ്ങളിൽ വളരെ താല്പര്യപൂർവ്വം മുഴുവൻ സമയവും പങ്കെടുക്കുവാനൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.